ഈ വേലി ചാടിപ്പോകുന്ന ചില മാപ്പിളച്ചികളുണ്ടല്ലോ, മുസ്ലിം പെൺകുട്ടികൾ, മതത്തിൻ്റെ വേലിക്കെട്ട് തകർത്ത് അമ്പലത്തിൽ പോയി താലി കെട്ടുന്ന സ്ത്രീകൾ, അവർ പോയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആരും അറിയാറില്ല. കാരണം അത് വാർത്തയാവില്ലല്ലോ. ചാടിപ്പോണത് മാത്രമല്ലേ വാർത്തയാവുള്ളൂ. കാരണം അതാണല്ലോ അഭിമാനം. ഒരു മുസ്ലിം പെണ്ണിനെ വേലി ചാടിച്ച് കൊണ്ടുപോയിട്ട് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ. ഇപ്പം ഇന്നലെ എൻ്റെ ഒരു വീഡിയോ കണ്ടല്ലോ നിങ്ങൾ. അതായത് അതിൽ ഒരു ഹിന്ദു പെൺകുട്ടിനെ മോട്ടോർ സൈക്കിളിൽ ഇരുത്തിയിട്ട് ഒരു മുസ്ലിം പയ്യൻ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങോട്ടോ ചുറ്റാൻ പോയതാണ്. അപ്പോഴേക്കിനും അത് വലിയ ലവ് ജിഹാദായി, കുരുപൊട്ടലായി, കേസായി, ജയിലായി, ആകെ പ്രശ്നമായി, കലാപങ്ങളായി, എങ്ങോട്ട് എത്തി നോക്കണം. അതേസമയം 100 കണക്കിന് മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ വേലി ചാടിയാലോ, അത് സനാതന ധർമ്മത്തിലേക്ക് സ്വാഗതം, ഇതാ ഇസ്ലാം തകരുന്നു, മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാം വിടുന്നു, നിനക്ക് ജീവിക്കേണ്ടി പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് കുറേ തള്ളിമറിക്കണാണ്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര വ്യത്യാസമാണ്. പക്ഷേ ഈ വേലി ചാടിപ്പോകുന്ന മാപ്പിളച്ചികളുണ്ടല്ലോ, അവസാനം അവർക്കത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. ഒരുപാടെണ്ണമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാടെണ്ണം മരിച്ചു, ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു, കൊലപാതകമായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ പേര് അപ്രത്യക്ഷരായി വല്ല ബോംബെയിലോ ഡൽഹിയിലോ ഏതെങ്കിലും വേശ്യാലയത്തിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇവർക്ക് സംഭവിക്കുന്നത്. ഇനി അഥവാ ഇതൊക്കെ സഹിച്ച് ജീവിക്കുക എന്ന് വിചാരിച്ച് നടക്കുന്ന മാപ്പിളച്ചികളുണ്ടല്ലോ, അവരുടെ കാര്യം മഹാ കഷ്ടമാണ്. കാരണം അവർ ചെല്ലുന്നത് ഈ താഴ്ന്ന ജാതികളിലേക്കാണ്. അവിടെ പോയിട്ട് അയിത്തവും ദുരാചാരവും പുട്ടുതീണ്ടി കൂടായികയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവരൊക്കെ കഴിയുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ സമൂഹത്തിൽ വഷളാകണ്ടല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതെ കയ്പ് നീര് കുടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, അതായത് ഇത് കുറെ മുമ്പുള്ള ഒരു വേലിചാട്ടമാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന തന്നെ ഈ വേലിചാട്ടം നടത്തിയത് പരിഞ്ഞനം കൊറ്റംകുളം സ്വദേശി കൊല്ലാട്ടിൽ അമലിന്റെ ഭാര്യ അഫ്സാന 21 വയസ്സ് ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ കേസ്. അതായത് ആത്മഹത്യ ചെയ്തു പറഞ്ഞാൽ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് പിന്നെ വിഷം എന്തോ കുടിച്ചു. അതങ്ങനെ കുടിച്ചിട്ട് കുറെ കാലമായിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അതിപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും മരണപ്പെട്ടു എന്ന വാർത്തയാണ് വന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രേക്ഷകൻ അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെയധികം ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു പ്രണയമായിരുന്നു. ഹിന്ദു മുസ്ലിം സമൂഹത്തിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് കുടുംബക്കാരെ, അയൽപക്കക്കാരെ, ബന്ധുക്കളെ, മാതാപിതാക്കളൊക്കെ പുറംകാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് യുദ്ധം ചെയ്തുകൊണ്ടാണ് ഈ അഫ്സാന അമലിനെ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹം കഴിച്ച് പോയി. അങ്ങനെ സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഫ്രീ ആയിട്ട് ആൾക്കാർ വന്നു. സാധാരണഗതിയിൽ ഈ വിവാഹത്തിനൊക്കെ നമ്മൾ വീഡിയോഗ്രാഫറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ഇത് ഇങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ വീഡിയോഗ്രാഫർക്ക് പൈസ കൊടുക്കണം. കാരണം എന്താണ്, ഫ്രീ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് അടി മുതൽ മുടി വരെ ഈ വീഡിയോ എടുക്കും. കാരണം ഇത് പ്രചരിപ്പിക്കേണ്ടതല്ലേ, മുസ്ലിം പെൺകുട്ടിയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച ഒരു വിവാഹമായിരുന്നു, മഹത്തായ ഒരു വിവാഹമായിരുന്നു. എന്ത് ചെയ്യാം, ആ പെൺകുട്ടി ഇന്ന് ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്നതാണ് ഇപ്പൊ വന്ന ഒരു വാർത്ത. എനിക്ക് ഇവിടെ ഇതിൽ മെസ്സേജ് വന്നതാണ്. ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം കഴിച്ചല്ലോ ഈ അഫ്സാന പറഞ്ഞ പെണ്ണ്, അതിന്റെ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളാണ് അവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഈ അമൽ എന്ന് പറയുന്ന ആള് വിവാഹത്തിന് മുമ്പ് പഞ്ചാരവാക്കൊക്കെ പറയുമായിരുന്നു. കാരണം പഞ്ചാരവാക്ക് പറഞ്ഞിട്ടാണല്ലോ ഈ മുസ്ലിം പെൺകുട്ടികളെ വലയിലാക്കുന്നത്. നിന്റെ ചുരിദാർ എന്ത് ഭംഗിയാണേ, അപ്പോഴേക്കിന് വലയിലായി. അങ്ങനത്തെ ഒരു സിദ്ധാന്തമാണല്ലോ നടക്കുന്നത്. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളുടെ തനിനിറം പുറത്തേക്ക് വന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു അഫ്സാന സ്വന്തം ഇപ്പാനെ അവസാനം വിളിച്ചു. ഒരുപാട് മാസങ്ങളോളം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് വിളിച്ചു. ആ വിളിച്ചതാണെങ്കിലോ സന്തോഷം കൊണ്ട് വിളിച്ചതെന്നല്ല, വളരെയധികം ദുഃഖം കടിച്ചമർത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രം വിളിച്ചതാണ്. എന്താ പറഞ്ഞത്? അപ്പൊ ഇത് അഫ്സാനയുടെ ഉപ്പയുടെ വാക്കുകളാണ്. മൂപ്പർ പറയുന്നത് മകള് വിളിച്ചത്ര ഉപ്പാ പറഞ്ഞ് കരഞ്ഞോണ്ടത്ര വിളിക്കുന്നത്. ഞങ്ങളെ വിട്ടുപോയ പൊന്നാര മകളുടെ ശബ്ദമായിരുന്നു അത് എന്ന് ചിന്തിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. കാരണം ഉപ്പയാണല്ലോ. അവളെ മകളെ എന്ന് വിളിക്കാൻ എൻ്റെ മനസാക്ഷി അനുവദിച്ചില്ല. കാരണം ആ രൂപത്തിൽ ചവിട്ടി തെറിപ്പിച്ചിട്ടാണല്ലോ, അവഹേളിച്ചിട്ടാണല്ലോ, അപമാനിച്ചിട്ടാണല്ലോ കടന്നുപോയത്, അതും ഒരു അന്യമതസ്ഥന്റെ കൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ മകളെന്ന് വിളിക്കാനുള്ള മനസ്സ് വരുന്നില്ല എന്നാ പറഞ്ഞത്. അവളെ 10 മാസം ഉദരത്തിൽ ചുമന്ന അവൾ വീട്ടിൽ വരാൻ വൈകിയാൽ തന്റെ ഉമ്മറപ്പടിയിൽ തന്നെ അവളെയും കാത്തിരിക്കുന്ന ഒരു മാതാവുണ്ട്. അപ്പുറത്തെ റൂമിൽ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ കിടക്കുന്നു. അതായത് ജീവച്ഛവമായിട്ടാണ് മാതാവ് അവിടെ കിടക്കുന്നത്. അതെല്ലാം അവൾ കാരണം ആയിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് എനിക്ക് അവളെ മകളെ എന്ന് വിളിക്കാൻ തോന്നുക എന്നാണ് ഉപ്പ മൂപ്പരുടെ ഒരു പോസ്റ്റിൽ തന്നെ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതോ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂലാണ് പറയുന്നത്. അതിവിടെ പോസ്റ്റ് ആക്കിയിട്ടാണ് എൻ്റെ പ്രേക്ഷകൻ എനിക്ക് ഇട്ട് തന്നിട്ടുള്ളത്. ഞാൻ ഒന്ന് പതുക്കെ മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അവളുടെ ശബ്ദം ആകെ മാറിയിരിക്കുന്നു. അവൾ ആരൊക്കെയോ ഭയക്കുന്നത് പോലെ. ശബ്ദത്തിൽ ഇടർച്ചയും
രോദനവും എനിക്ക് കേൾക്കാമായിരുന്നു. അവൾ തുടർന്നു പറഞ്ഞു, ഉപ്പ എനിക്ക് ഇനി ജീവിക്കേണ്ട. ഉപ്പ, ഞാൻ ഒരു വലിയ തെറ്റിൽപ്പെട്ടു. ഞാൻ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പേ ഞാൻ അവരുടെ കളിപ്പാവയായി മാറുകയായിരുന്നു എന്ന് പറയണേ. എന്നാൽ വെച്ചാൽ ഇതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ വേലി ചാടിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ. അങ്ങനെ ചാടിച്ചതിന് ശേഷം പിന്നെ ചൊൽപ്പടിക്ക് നിർത്തുകയാണ് ഇങ്ങനത്തെ ഭീകര സംഘങ്ങൾ ചെയ്യുന്നത്. അവരുടെ കയ്യിലാണ് ഈ മുസ്ലിം പെൺകുട്ടികൾ പോയി പെടുന്നത്. എന്നിട്ട് പറയാണ്, വിവാഹത്തിന് 2 ദിവസത്തിന് ശേഷം അയാൾ 3-4 കൂട്ടുകാരെയും കൂട്ടി വീട്ടിൽ വന്നിരുന്നു. അവർ മദ്യപാനവും അട്ടഹാസവും കൊണ്ട് ആ വീട് ഒരു കലുഷിതമായിരുന്നു. ഞാൻ അമ്മയെ നോക്കി ചോദിച്ചു, എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മ ഒന്നും മിണ്ടാതെ അങ്ങനെ നടന്നു പോയിന്നാ പറഞ്ഞത്. പിന്നെ ഈ ഒരു അഫ്സാനയുടെ ഈ ഭർതൃഗൃഹത്തില് ഈ ഒച്ചയും ബഹളും അട്ടഹാസവും കാരണം അയൽപക്കത്തെ ആൾക്കാർക്ക് വലിയ ശല്യമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മദ്യപിച്ചിട്ടാണ് ഈ അട്ടഹാസം നടത്തുന്നത്. അതിനുശേഷം ഇതൊരു പതിവായി, പിന്നെ ഡെയിലി വരലായി. ഡെയിലി മദ്യപാനത്തിന്റെ പാർട്ടി ഇവരുടെ വീട്ടിലാണ്. പക്ഷെ ഒരു ദിവസം ഈ അഫ്സാനയുടെ ഭർത്താവ് പറഞ്ഞു, എൻ്റെ കൂട്ടുകാർക്ക് നിന്നൊന്ന് ആസ്വദിക്കണം, നീ ഒന്ന് നിന്ന് കൊടുക്ക്, എൻ്റെ കൂട്ടുകാരല്ലേ, ആരും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഈ അവസാനം തകർന്നു പോയത്. നോക്കുമ്പോൾ പിന്നെ നിർബന്ധിക്കലായി, പിന്നെ പിടിവിലിയായി, പിന്നെ ബലാത്സംഗം ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ ജീവിതം തന്നെ വഴിമുട്ടി ഇരിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ല. മദ്യപാനം ഡെയിലി ഇങ്ങനെ കൂടി വരികയാണ്. പിന്നെ മർദ്ദനങ്ങളായി. അങ്ങനെ മർദ്ദനം സഹിച്ച് ജീവിക്കുമ്പോൾ നിരവധി കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട് ഇവർക്കൊക്കെ നിന്നെ വേണം എന്ന് പറഞ്ഞിട്ട് കാഴ്ച വെക്കാനുള്ള പരിപാടിയാണ്. അത് സഹിക്ക വയ്യാതെയാണ് ഈ ഒരു അവസാന വാപ്പാനെ വിളിച്ചിട്ടുള്ളത്. എനിക്ക് സഹി കെട്ടു, ഇതാണ് യാഥാർത്ഥ്യം, അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ്, തിരിച്ചു വരാനുള്ള ഒരു ഇതെനിക്കില്ല, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആകെ നാണക്കേടായിരിക്കും, നിങ്ങൾക്കും എനിക്കും നാണക്കേടായിരിക്കും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഈ വേദനകളൊക്കെ കേട്ടപ്പോൾ ഈ ഉപ്പ ഈ മകളോട് ചെയ്ത തെറ്റുകളൊക്കെ മാപ്പാക്കി കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നീ ഇതൊന്നും സഹിക്കണ്ട, നീ നേരെ തിരിച്ചു പോരെ, നിന്നെ ഞങ്ങൾ പൊന്നു പോലും നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞതിന്റെ പിറ്റത്തെ ദിവസമാണ് ഈ അവസാന വിഷം കഴിക്കുന്നത്. വിഷം കഴിച്ചിട്ട് മരിച്ചതുമില്ല. അങ്ങനെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഇങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കഥയുടെ അവസാനം. ഇതുപോലെ തന്നെയാണ് എല്ലാ കഥകളുടെയും അവസാനം ചെന്ന് പെടുന്നത്. പക്ഷെ ഇതെന്തോ മഹത്തായ കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം പെൺകുട്ടികളെ വേലി ചാടിക്കാൻ, നീ തട്ടം ഇടണ്ടടി പെണ്ണെ, നീ എന്തിനാടി നരകത്തിൽ പോകുന്നടി പെണ്ണെ, നീ അഴിഞ്ഞാടടി പെണ്ണെ, നീ തുള്ളടി പെണ്ണെ, നീ ഇൻസ്റ്റാഗ്രാമിൽ നിന്റെ ശരീരം കാണിക്കടി പെണ്ണെ, ആരാടി ചോദിക്കാന്നൊക്കെ പറഞ്ഞ് മൂപ്പിച്ചിട്ട് ഇതെന്തോ വലിയ മഹത്തായ കാര്യമാണ്, സ്വതന്ത്രമായ കാര്യമാണെന്നൊക്കെ കാണിച്ച് തട്ടം ഊരടി എന്നൊക്കെ പറഞ്ഞ് ഇനി നീ മതമില്ലാത്ത ഒരുത്തന്റെ കൂടെ വിവാഹം കഴിക്കണം എന്നും പറഞ്ഞിട്ട് നോക്കുമ്പോൾ മതം ഉണ്ടാവും. ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് നല്ല മതം ഉണ്ടാവും, അമ്പലം ഉണ്ടാവും, താലിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ മുസ്ലിം പെണ്ണ് ഞാൻ മതം വിട്ടേ എന്ന് പറഞ്ഞിട്ട് ഓടുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ദാരുണമായ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഇത് ആത്മഹത്യയിൽ കലാശിച്ചു. പക്ഷെ ഇതിനേക്കാൾ വലിയ ദുരിതം അനുഭവിക്കുന്ന പെൺകുട്ടികൾ വേറെയുണ്ട്. അവർ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ എല്ലാം സഹിച്ച് വീർപ്പ് മുട്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ വക കഥകളൊന്നും തന്നെ പുറം ലോകം അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുറം ലോകത്തേക്ക് വരുമ്പോൾ അതേ പെൺകുട്ടികൾ ചിരിച്ചുകൊണ്ടും പൗഡറിട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തൊരു സന്തോഷമാണ് ആ സ്ത്രീക്ക് എന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ വീട്ടിൽ നരകയാതനയായിരിക്കും അനുഭവിക്കുന്നുണ്ടാവുക. ലവ് സംഘി ഭീകരതയിൽ 75% മാപ്പിളച്ചി പെൺകുട്ടികൾ ഇന്ന് ജീവനോടെ ഇരിപ്പില്ല എന്ന് പറയാണ്. അവരുടേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും ആരും അന്വേഷിക്കാറില്ല. ഒന്നാമത്തത് പോലീസുകാർ അന്വേഷിക്കൂലല്ലോ. രണ്ടാമത്തത് ഇവർ ഈ എല്ലാ ബന്ധങ്ങളെയൊക്കെ ചവിട്ടിത്തെറിപ്പിച്ച് പോകുന്നത് കാരണം ആരും അന്വേഷിക്കാൻ ചെല്ലൂല, എന്ത് സംഭവിച്ചെന്ന് ചോദിക്കൂല. അങ്ങനെ എല്ലാവരും പരലോകം പോകും എന്നതാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു കേസും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഒന്നും അറിയണ്ട എന്ന പൊതുചിന്ത സമൂഹത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം എന്ന് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഇങ്ങനത്തെ ഈ വേലി ചാടിപ്പോയ മാപ്പിളച്ചി പെണ്ണുങ്ങൾ ചത്തിട്ടുണ്ടെങ്കിൽ അത് ആത്മഹത്യയാണെന്നൊക്കെ പുറം ലോകം അറിഞ്ഞാൽ ഈ സംഘികൾക്ക് അതൊരു നാണക്കേടാണല്ലോ. അപ്പൊ അത് അവർ മറച്ചു വെക്കും. അതേപോലെ തന്നെയാണ് ആ പെണ്ണിന്റെ കുടുംബക്കാരും ഇത് മറച്ചു വെക്കും. കാരണം ഇത് ഞങ്ങളുടെ മകളെല്ലാം പറഞ്ഞ് വിട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ഇങ്ങനത്തെ മാപ്പിളച്ചികളെ കൊന്നു കുഴിച്ചുമുടാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ മുസ്ലിം പെൺകുട്ടികൾ വേലി ചാടുന്നവർ ഒക്കെ ചത്തൊടുങ്ങുന്നത് എന്നതാണ് നമ്മൾ ഓരോ സംഭവം കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൊക്കെ കാണിച്ചു തന്നത്. ഒരുപാട് പെണ്ണുങ്ങളാണ് റെയിൽവേ പാളത്തിലും ഒരു കഷ്ണം കയറി ചെലവാക്കിയിട്ടും വിഷം കഴിച്ചിട്ടും ഒക്കെ മരണപ്പെട്ട വാർത്തകളാണ് നിങ്ങൾ കണ്ടത്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് ഇന്നത്തെ സമൂഹത്തിലുള്ള ഈ മുസ്ലിം പെൺകുട്ടികൾ ബോധവാന്മാരാവുക. മാതാപിതാക്കൾ മാന്യമായി കൊണ്ടുവരുന്ന നല്ല കുടുംബങ്ങൾ, അതിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുക. പിന്നെ സ്വന്തം സ്റ്റാറ്റസിനനുസരിച്ചുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കഞ്ചാവും മദ്യവും വ്യഭിചാരവും അടിയും തൊഴിയും കള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ
കഴിയേണ്ടി വരും. പിന്നെ ആ വെയിൽ ചാടിച്ച് പോകുന്ന ആ ക്രിമിനലിന്റെ കൂട്ടുകാർക്ക് വരെ കിടന്ന് കൊടുക്കേണ്ടി വരും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, മുസ്ലിം പെൺകുട്ടികൾ അവരവരുടെ നിലയും വിലയും മറന്ന് ബോധമില്ലാതെ കഴുതകളെ പോലെ ചാടാതിരിക്കുക എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.